വീട്ടിലെ മറ്റെല്ലാ സ്മാർട്ട് ഉപകരണങ്ങളും ഒരു പ്രസ് കൊണ്ട് ഓഫ് ചെയ്ത് ശീലിച്ചത് കൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറും നിങ്ങൾ അങ്ങനെയാണ് ഓഫ് ചെയ്യാറുള്ളത്. നേരിട്ട് പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഓഫ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഓർക്കുക, അത് പിന്നീട് നല്ല പണിയായി മാറുകയും ചെയ്യും. എന്തിനേയും ഏതിനേയും സിമ്പിളായി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ഒറ്റ പ്രസ് കൊണ്ട് ഓഫ് ചെയ്യാൻ സാധിക്കാത്ത വിധം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്നുണ്ട് എങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. ഒറ്റ പ്രസ്സിൽ ഓഫ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ കാണുക. സ്റ്റാർട്ട് ബട്ടൺ അമർത്തി ഷട്ട് ഡൗൺ ചെയ്യുക എന്നതാണ് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യേണ്ട പ്രോസസ്. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ആദ്യം ബാധിക്കുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ബാറ്ററിയാണ്. 300 ചാർജ് സൈക്കിളുകൾക്ക് ശേഷം ലാപ്ടോപ്പിന്റെ ബാറ്ററി ലൈഫ് കുറയും. എന്നാൽ ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ബാറ്ററി ഡ്രെയിൻ ആകില്ല. അതുകൊണ്ട് തന്നെ ചാർജ് സൈക്കിൾ നമ്പറിൽ എത്താതിരിക്കാൻ നിങ്ങളെ ഈ പ്രോസസ് സഹായിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ PC-യുടെ പെർഫോമൻസിനെയും സാരമായി ബാധിക്കും. ലോഡാകാൻ ഒരുപാട് സമയം എടുക്കുക, ചില ഓപ്ഷനുകൾ പ്രവർത്തിക്കാതിരിക്കുക, ചില ഫയലുകൾ സേവ് ആകാതിരിക്കുക പോലുള്ള പല പെർഫോമൻസ് സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകും. പോകെ പോകെ ഈ പ്രശ്നം കൂടുകയുള്ളൂ. ഒരു ദിവസം ഒന്നിലധികം പ്രോഗ്രാമുകൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ലാപ്പിൽ ഓപ്പൺ ആകുന്നുണ്ട്. അതിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ബാക്ക്ഗ്രൗണ്ടിലും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഓപ്പൺ ചെയ്ത ആപ്പുകൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ ക്ലോസ് ചെയ്തേക്കാം. എന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാമുകൾ അപ്പോഴും ഓഫ് ആയിട്ടില്ല. ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ എല്ലാ പ്രോഗ്രാമുകളും ക്ലോസ് ആകുന്നതാണ്. ഷട്ട് ഡൗൺ ചെയ്തില്ല എങ്കിൽ ആ പ്രോഗ്രാമുകൾ ഓഫ് ആകാതിരിക്കുകയും അത് നിങ്ങളുടെ PC ചൂടാക്കാനും സ്ലോ ആക്കാനും കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് നിർബന്ധമായും ഷട്ട് ഡൗൺ ചെയ്യേണ്ടത് ദീർഘകാല ഉപയോഗത്തിന് നിങ്ങളെ സഹായിക്കും. പകുതി സേവ് ആയ ചില ഫയലുകൾ ചിലപ്പോൾ ഓപ്പൺ ആകാതിരിക്കാനും ഫോഴ്സ് ഷട്ട് ഡൗൺ കാരണമാകും. അപ്ഡേഷൻ നടക്കുന്ന സമയത്ത് ഫോഴ്സ് ഷട്ട് ഡൗൺ ചെയ്താൽ പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാത്ത വിധം നശിക്കുന്നതാണ്. ഫീച്ചറുകൾ, സെറ്റിംഗ്സ് പോലുള്ള ബേസിക് കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാത്ത വിധം PC നശിക്കും. കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ പോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു പുതിയ ലാപ്ടോപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ലാപ്ടോപ്പിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് കമ്പ്യൂട്ടറിന്റെ മെമ്മറി, പ്രോസസ്സുകൾ, സോഫ്റ്റ്വെയറുകൾ, ഹാർഡ്വെയറുകൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായി ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ ഫീച്ചറുകൾ ലഭ്യമാകുകയും സിസ്റ്റം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ആന്റിവൈറസ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് റിവ്യൂ ചെയ്യുക എന്നതാണ് അടുത്തതായി ചെയ്യേണ്ട കാര്യം. വിൻഡോസ് 10, 11 എന്നിവയിൽ മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ ബിൽറ്റ് ഇൻ ആയി ഉണ്ടാകും. ആ സോഫ്റ്റ്വെയർ പോരാ എന്നുണ്ടെങ്കിൽ മികച്ച ആന്റിവൈറസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഏത് ആപ്പാണെങ്കിലും അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുക. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇല്ലാതെ ഒരിക്കലും ലാപ്ടോപ്പ് ഉപയോഗിക്കരുത്.